മനസ്സമാധാനായിട്ടൊന്ന് ഷോപ്പ് ചെയ്യാൻ ഇച്ചെണ്ണം പറ്റുന്നു തോന്നുന്നില്ല. ഓരോ സാധനത്തിന്റെ വില കാണുമ്പോ മനസ്സ് പെടയ. നമ്മുടെ കയ്യിലാണെങ്കിൽ അത്ര പൈസയുമില്ല. പൂർണ്ണ തൃപ്തിയോടുള്ള ഷോപ്പിംഗ് നമുക്ക് ഒരു കാലത്ത് നടക്കൂല റിസ്വാനെ. പിന്നെ ഷോപ്പിങ്ങിന് വന്നല്ലേ വിചാരിച്ചിട്ട് ഒന്നും വാങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ വാങ്ങിച്ച ചുരിദാറിനെക്കാട്ടില് എത്ര നല്ല ചുരിദാറായിരുന്നു ആ പീടികയിൽ ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മുടെ കയ്യില് അത് വാങ്ങാനുള്ള പൈസ വേണ്ടേ. സാധാരണക്കാരന്റെ ഷോപ്പിംഗ് ഇങ്ങനെയൊക്കെ എത്താത്ത. ഇങ്ങനെ മനസ്സമാധാനമില്ലാതെ ഷോപ്പിംഗ് ചെയ്ത് ജീവിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ എന്ത് ചെയ്യാനാ? മാന്യമര്യാദക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കണം. എന്നാലേ അന്തസ്സോടെ അഭിമാനത്തോടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റൂ. ഈ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈ ചോറും കറിയും ഉണ്ടായി വരില്ലല്ലോ. ഈ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണം റിസ്വാനെ. നമുക്ക് പൈസ ഉണ്ടാക്കാൻ ആകെ ഒരു മാർഗമുണ്ട്, ഉപ്പ. എടാ അതല്ല, നമ്മൾ തന്നെ എന്തെങ്കിലും വരുമാനം കണ്ടുപിടിക്കണം. നമ്മളെ ആവശ്യങ്ങൾക്ക് ഉപ്പച്ചിന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഇല്ലാണ്ടാക്കണം. അതിനെന്തൊരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കണം. സ്വന്തമായി 4 പൈസ ഉണ്ടാക്കിയിട്ട് വേണം അന്തസ്സോടെ ഷോപ്പ് ചെയ്യാൻ. അത്യാവശ്യം ഫോട്ടോഷോപ്പും ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താൽ എനിക്ക് പൈസ കിട്ടും. പക്ഷെ അതിന് നല്ലൊരു കമ്പ്യൂട്ടർ വേണ്ടേ? ഒരു എംബ്രോയിഡറി തയ്യൽ മെഷീൻ വാങ്ങിയാല് എനിക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിതൊക്കെ എങ്ങനെ വാങ്ങും? ഉപ്പച്ചിനോട് തന്നെ ചോദിക്കണ്ടേ? ചോദിച്ചാ അപ്പൊ തന്നെ എടുത്തിരുന്നു ഉപ്പച്ചാണല്ലോ നമ്മളുപ്പച്ചി. ഈ പൈസ നമുക്ക് വേണ്ടി ഇപ്പൊ മുടക്കിയാല് പിന്നീടൊന്നും നമുക്ക് വേണ്ടി മുടക്കേണ്ടി വരില്ലാന്ന് പറയണം. അതൊന്നും പറഞ്ഞ ഉപ്പച്ചിക്ക് മനസ്സിലാവില്ല താത്ത. നമുക്ക് വേണ്ടിട്ടേ ഒരു ലോൺ എടുത്താലോ റിസ്വാനെ? നമ്മക്കൊന്നും ആരും ലോൺ തരില്ല താത്ത. നമുക്ക് വരുമാനമില്ലല്ലോ. വരുമാനം ആവാനാണല്ലോ ലോൺ എടുക്കുന്നേ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോണിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇനി കിട്ടിയാ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ലോണിനടക്കാനല്ലേ കാണൂ. പിന്നെന്തൊരു വഴി? നമുക്ക് ആലോചിക്കാം. ഈ വഴിയെ നടന്നുകൊണ്ട് നമുക്കൊരു വഴി ആലോചിക്കാം. വാ. അനക്കെന്തേട്ടായിനു കമ്പ്യൂട്ടർ അല്ലേ മാണ്ടിയെ? അതെ. അനക്ക് തയ്യൽ മെഷീൻ അല്ലേ മാണ്ടിയെ? വെറും തയ്യൽ മെഷീൻ അല്ല, എംബ്രോയിഡറി ചെയ്യുന്ന മെഷീൻ. അതെന്നാണ് ഞാനും ഉദ്ദേശിച്ചേ. കൊള്ളാത്ത പേരായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. എന്റെ കുന്താണെങ്കിലും നമ്മളിപ്പോ എങ്ങനെ വാങ്ങി തരൂ? നമ്മളും നിങ്ങളെ മായി തന്നെയല്ലേ. 10 പൈസന്റെ വരുമാനം വെച്ചിട്ടുണ്ടോ? നമ്മൾ പിന്നെ എന്ത് ചെയ്യൂ? നിങ്ങൾ എന്ത് ചെയ്യും എന്നോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യൂ? മൂസക്കായി ആകെ കടുത്തില്ല മക്കളെ. ഇപ്പൊ പൈസയും ചോദിച്ചാ അടി ചെന്നാണ്ടല്ലോ മൂപ്പർ നിങ്ങൾ ഓടിക്കൂ. ഇത് വല്ലാത്ത കഷ്ടാണ് മച്ചി. ഞങ്ങളൊന്ന് സ്വയം പര്യാപ്തരാണെന്ന് വിചാരിച്ചാല് നിങ്ങളും സമ്മതിക്കൂലല്ലേ? നിങ്ങൾക്ക് രണ്ടാക്കും പൈസ കൊടുക്കാണ്ട് സ്വയം പ്രാരാബ്ധരായിക്കൂടെ? സ്വയം പ്രാരാബ്ധരല്ല, സ്വയം പര്യാപ്തർ. എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചേ. പൈസ മുടക്കാണ്ട് ഒരു കാര്യവും നടക്കൂല മച്ചേ. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി പണം മുടക്കിയാ പിന്നെ ഞങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്ക കൂടി വേണ്ടി വരില്ല. അതെന്താ നിങ്ങൾ ആ പൈസ കൊണ്ട് മുങ്ങിക്കാണോ? അതല്ല, പിന്നെ ഞങ്ങൾ പൈസ ഉണ്ടാക്കുമല്ലോ. സോ ഞങ്ങൾക്ക് ലാഭം, നിങ്ങൾക്ക് ലാഭം. നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ. അതെന്നെ എങ്ങനെ പറഞ്ഞാലും അതിന്റെ വിലയിലൊന്നും മാറ്റം വരാൻ പോണില്ലല്ലോ. അതെ. കമ്പ്യൂട്ടറിനും പൂവും കായും തുന്നണ മിഷ്യനും വാങ്ങാനുള്ള പൈസ ഈ പൊരേന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. കഷ്ടാണോ മച്ചിയെ? ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ഒരു വരുമാനമായാല് അത് ഈ വീട്ടിനും കൂടി നല്ലല്ലേ. പക്ഷെ ഈനൊക്കെ മുടക്കാനുള്ള പൈസ പൊരയിലും വേണ്ടേ? ഇങ്ങനൊരു വീട് ഞങ്ങൾ എന്തിനാ പഠിച്ചോനെ ഇങ്ങനെ ഒരു വീട്ടിൽ ജനിപ്പിച്ചേ? സത്യം, ഞങ്ങളെ വല്ല പണക്കാര മക്കളായിട്ട് ജനിപ്പിച്ചാ മതിയേനു. എന്നാ പിന്നെ ആ പണക്കാരിപ്പ പിച്ചച്ചട്ടി എടുത്തിണ്ടാവുന്നു. ഉമ്മച്ചേ, നിങ്ങൾ വലിയ കോമഡി പറയല്ലേ. സ്വന്തം മക്കൾ ഒരു ആവശ്യമായിട്ട് വന്നപ്പോ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഉമ്മച്ചി ലോകത്ത് വേറെ എവിടെയും കാണൂല. നമ്മൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തൊന്നല്ല മക്കളെ. ഈ കാര്യത്തിൽ ഉമ്മച്ചി എന്ത് ചെയ്യാൻ? ഉമ്മച്ചി നിസ്സഹായാണ്. നിങ്ങള് മൂസക്കായിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മക്കറിയാം. നിങ്ങൾ ഉപ്പച്ചിന്റെ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യും, സ്വയം പ്രാരാബ്ധരാണ്ടാ നമ്മൾ തീരുമാനം. ഇല്ല, ഞങ്ങളെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വരി, നമുക്ക് അടുത്ത വഴി എന്താന്ന് ആലോചിക്കാം. വാടാ. നമ്മളിപ്പോ എന്താക്കൂ? മക്കള് പറഞ്ഞോണ്ട് നമ്മക്കൊരു പൈസക്കാരനെ കെട്ടിയാ മതിയായിരുന്നു. നമ്മളെ മക്കള് പറയുന്ന ഓരോ ആഗ്രഹങ്ങളും നമുക്കത് സാധിപ്പിച്ചു കൊടുക്കായിരുന്നു. അല്ലാണ്ട് ഞാൻ എന്താക്കാനെ കാര്യത്തിന്? എന്നോട് വന്ന് ഇങ്ങനെ പറയൂ. ഒരു മദ്ദളത്തിനോട് പറയുന്നോണെന്നല്ലാണ്ട് എന്ത് പറയാനാണ് ഇനി? ഈ അടുക്കള കിടന്ന് ഞാൻ ഇങ്ങനെ നരിക്കാം. ആരെങ്കിലും കാണുന്നുണ്ടോ? ഒരു വേലക്കാരി ഞങ്ങൾ വെച്ച് തന്നാൽ നമ്മൾ പണിയെടുക്കേണ്ട കാര്യമുണ്ടോ?
ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ റിസ്വാനെ. നമുക്ക് വല്ല മോഷണം നടത്തിയാലോ? എന്നിട്ട് വേണം പോലീസ് പിടിച്ച് ജയിലിലിടാൻ. ജയിലായ പിന്നെ രക്ഷപ്പെടല്ലോ. ഒന്നിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ജയിലില് തരക്കേടില്ലാത്ത ഫുഡ് ഉണ്ടെന്നാ കേട്ട്. മോഷണം ഒന്നും ശരിയാവൂല റിസ്വാനെ. നമ്മളിപ്പോ പിന്നെ എന്താ ചെയ്യാ? നമ്മൾ ഏക വരുമാന മാർഗം ഉപ്പച്ചി. ആ മാർഗം അടഞ്ഞ സ്ഥിതിക്ക് നമ്മളിനിപ്പോ എന്താ ചെയ്യാ? നമുക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയാലോ? നമ്മൾ രണ്ടുപേരും ഇവിടെ സ്വയം പര്യാപ്തരാവാൻ വേണ്ടിട്ട് കച്ചു കെട്ടിയിരിക്കാണ്, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് നമ്മളെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ട് വേണ്ടേ കത്ത് വായിക്കേ? മൂപ്പര് ഫുൾ ടൈം വിദേശത്ത് കറക്കല്ലേ. ആ എന്നാ കേരള മുഖ്യമന്ത്രിക്ക് അയച്ചാലോ? മൂപ്പര് കത്ത് വായന നിർത്തിയെന്ന് അറിയില്ലേ? ആ സരികേന്റെ കത്ത് വായിച്ച പിന്നെ മൂപ്പര് കത്ത് വായിക്കുന്ന പരിപാടി കംപ്ലീറ്റ് വേണ്ടാന്ന് വെച്ചിരിക്കുക. എന്നാലേ വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കാം. ബെസ്റ്റ്. മൂപ്പർക്ക് വായിക്കാൻ തന്നെ അറിഞ്ഞൂടാ. മാത്രല്ല കുട്ടികളെല്ലാം പുസ്തകം വായിച്ച് രസിക്കുന്നതിന് പുസ്തകം തന്നെ കൊടുത്തിക്കില്ല മൂപ്പര്. നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് സ്വയം പര്യാപ്തയാവാൻ വേണ്ടിട്ട് കോത്തിയാവാ റിസ്വാനെ. എനിക്കും. പടച്ചോനെ, നീ ഞങ്ങൾക്കൊരു മാർഗം കാണിച്ചാ. അല്ല നമുക്ക് വല്ല പാർട്ട് ടൈം പണിക്ക് പോലെ താത്ത. അതിന് നമ്മുടെ നാട്ടില് ക്ലാസ് കഴിയുമ്പോ തന്നെ 4 മണിയാവും. പിന്നെ പാർട്ട് ടൈം പണിക്ക് പോകാനുള്ള സമയം എവിടെയാ? സന്ധ്യ കഴിഞ്ഞാല് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു നാടാണല്ലോ മഹത്തരമായ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. ഞാൻ ആലോചിച്ചിട്ട് നീ ഒറ്റ വയ്യേ കാണുന്നുള്ളൂ. എന്താന്നൊന്ന് വേഗം പറ. അല്ല നമ്മളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് പഴയ പോലെ ജീവിക്കുക. റിസ്വാനെ, ഇതാണോ ഇത്രയും നേരം ആലോചിച്ച് കണ്ടുപിടിച്ചേ? നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് തോറ്റ് പിന്മാറുന്നത് റിസ്വാനെ. തോറ്റ് പിന്മാറുന്നവര് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നൊരു വഴിയുണ്ട്. പക്ഷെ നമ്മളെ രണ്ടാൾ സ്ട്രോങ് ആയിട്ട് നിക്കണം. ഞാൻ സ്ട്രോങ് ആണ്. ഇഞ്ചി കാര്യം എന്താന്ന് പറ. അല്ല ഇതാവുമ്പോ സത്യസന്ധവും ചോദിക്കാൻ നമുക്ക് അവകാശപ്പെട്ടതുമാണ്. ഈ കാര്യം എന്താന്ന് പറയടാ. നമുക്ക് നമ്മുടെ വീതം ചോദിക്കാം. വീതോ? എന്ത് വീതോ? ഉപ്പാന്റെ സ്വത്തിന് മക്കളായ നമ്മളാണല്ലോ അവകാശികള്. ആ സ്വത്ത് ഉടൻ നമുക്ക് വീതം വെച്ചേരണമെന്നും പറഞ്ഞിട്ട് സ്വത്ത് നമ്മുടെ കൈ കിട്ടിയാല് കമ്പ്യൂട്ടറോ തയ്യൽ മെഷീനോ സ്കൂട്ടറോ ബൈക്കോ എന്താ വെച്ചാൽ നമുക്ക് വാങ്ങിച്ചൂടെ? അല്ല പക്ഷെ ഉപ്പച്ചിക്കായ 15 സെന്റ്സ് ആണല്ലോ. മതിയല്ലോ. ഇവിടെ ഇപ്പോ ഒരു സെന്റിന് തന്നെ ലക്ഷങ്ങളില്ലേ. നമ്മളെ വീതം നമ്മളെ കൈ കിട്ടിയ നമ്മള് പിന്നെ ആരാ? ലക്ഷപ്രഭുക്കളെ. ഇത്രയും സ്വത്ത് നമ്മളെ കയ്യിലുണ്ടായിട്ടാ നമ്മള് വേറെ മാർഗങ്ങൾ ആലോചിച്ച് സമയം കളഞ്ഞേ. അന്റെ ആഭാരം തന്നെ. അത് ഞാൻ സമ്മതിച്ചു. നമ്മള് നമ്മളുടെ വീതം വെച്ച് കിട്ടുന്ന കാശുകൊണ്ട് കമ്പ്യൂട്ടറും തയ്യൽ മെഷീനും വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? അതെ. എന്നിട്ട് ബാക്കിയുള്ള കായിനെ കൊണ്ട് ഷോപ്പിംഗ് ചെയ്ത് അടിച്ചു പൊളിക്കണം. അതെ. എന്തൊരാശ്വാസ. 10 പൈസ കയ്യിലെടുക്കാനില്ലാത്ത നമ്മളിപ്പോ ആരാ? ലക്ഷപ്രഭുക്കള്. എന്നാ പിന്നെ നമുക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കാം. എന്താ അടുത്ത നടപടി? അതായത് ഉപ്പച്ചീനോട് നമ്മളെ വീതം എത്രയും പെട്ടെന്ന് തരാൻ പറയണം. വീതം വെക്കാനോ? നിങ്ങൾക്ക് ഇതെങ്ങനെ ചോദിക്കാൻ തോന്നി മക്കളെ? എന്നാണെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ളതാണല്ലോ. ലേശം നേരത്തെ തന്നാൽ ഞങ്ങൾ ആവശ്യം നടക്കൂ. മക്കളെ നിങ്ങൾ ഇത്രയൊക്കെ കടന്നു ചിന്തിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഉപ്പച്ചി ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീനും വാങ്ങാനുള്ള പൈസ തരി. ഞങ്ങൾക്ക് പഠനത്തോടൊപ്പം ഒരു വരുമാനം വളരെ അത്യാവശ്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വീതം ചോദിക്കാന്ന് പറഞ്ഞാല് ഞങ്ങള് പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്നാലേ ഒരു കമ്പ്യൂട്ടർ വാങ്ങാനുള്ള പൈസ തരി. പിന്നീട് വീതം തരുമ്പോ ഇപ്പാഴ്ചയിൽ കുറച്ചാ മതി. ഓന്റെ ഒരു വീതം. എന്റെ ഉപ്പച്ചിയെ ഞങ്ങൾ ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ഉപകാരം ചെയ്യാനാണ്. എനിക്കൊരു നല്ല കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻ വർക്കുകൾ ചെയ്യാൻ പറ്റൂ. എനിക്കതൊരു വരുമാനമാകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത്താത്തക്ക് മിശ്രം വാങ്ങാനും. പഠനത്തോടൊപ്പം ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്ര ഒരു തെറ്റാ? അത് തെറ്റല്ല. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച മാർഗം ഉണ്ടല്ലോ, അത് ഉപ്പാന്റെ ചങ്ക് പൊട്ടിക്കണായിപ്പോയി മക്കളെ. നിങ്ങളെ കൈ തരാൻ പൈസ ഒന്നുമില്ലല്ലോ. ഇതാകുമ്പോ ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ടാണല്ലോ. എന്താ അവകാശം? ഈ പെരയും ഈ 15 സെന്റ് ഭൂമിയും നമ്മൾ കഷ്ടപ്പെട്ട് മീതിട്ടുണ്ടാക്കിയതാ. അല്ലെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഉപ്പമാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മക്കൂടെ ഉള്ളതാണ്. അത് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. എന്റെ ഉപ്പേ നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. ഉപ്പാന്റെ ഒപ്പം ഒരു ഉഴപ്പനായി പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? പാത്തുവോ, എന്റെ മക്കള് പറഞ്ഞാട്ടോ ഈ ഓക്കെ ഓരൊക്കെ ഒരുപാട് വളർന്നു പോയി പാത്തുവോ. നമ്മളൊക്കെ അകത്തുനിന്ന് കേട്ടിക്കണി. അല്ല ഓല് ചോദിക്കുന്ന എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? നിങ്ങളെന്തിനാ ഒരേ സ്ഥലമൊക്കെ കെട്ടിപ്പിടിച്ച് നിക്കണേ? നമ്മളെ മക്കളല്ലേ ചോദിക്കണേ, നിങ്ങൾ കൊടുക്കി. അപ്പൊ ഈ ഓരോ കൂടിയാണ് അല്ലേ? നമ്മളെന്നാലേ ഞമ്മക്കുള്ളതെല്ലാം അങ്ങോട്ട് വീതം വെച്ചേരാ. മതി. ഞമ്മക്കൊരു 4 ലക്ഷം റുപ്യ കടണ്ട്. അത് വീടും പറമ്പ് വാങ്ങിയതിന്റെ പേരിലുള്ളതാ. അതും കൂടെ അങ്ങോട്ട് വീതം വെച്ചേരാ. നിങ്ങളെ കടത്തിന്റെ വീതല്ലേ ചോദിച്ചേ? ഞങ്ങൾ ചോദിച്ചേ ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ട വീതാ. ഒരു അവകാശം ഇറങ്ങിക്കണം. അല്ല
അല്ല മുച്ചക്ക ഏതോ ഒരു കമ്പ്യൂട്ടർ വാങ്ങാനും ഓന്റെ ഒരു വേണ്ടി കമ്പ്യൂട്ടർ ഉപ്പനെക്കാളും വലുതാണല്ലോ ഇപ്പത്തെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ. ഞമ്മളായിട്ടേ ഒന്നും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പോണില്ല. എല്ലാരും കൂടി വീതം വെച്ചങ്ങ് എടുത്തോളി. ഒഴിഞ്ഞ് തിന്നേ വിക്കേ എന്താ വെച്ചാ കാട്ടിക്കോളി. ഞമ്മള് പോവുകയാണ് പത്തു. ഇവിടെ നിന്നാ ഞമ്മക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയി ചായൊന്നും വേണ്ട പത്തുവോ. ഇമ്മാരി കുട്ടികളുണ്ടാവുമ്പോഴേ ഉപ്പമാർക്ക് പെട്ടെന്ന് വയറ് നിറയും. വീതം ചോദിച്ചു വന്നിട്ട് ആണായി. ഉപ്പച്ചി വീട് നോക്കാൻ സമ്മതിച്ചല്ലോ. വീതം വെക്കുമ്പോ സൂത്രത്തിൽ സ്ഥലം എങ്ങനെ കിട്ടിയാ നന്നായിരുന്നു. ഇവിടെ അത്യാവശ്യം മരമുണ്ട്, ചെരിവുമില്ല. അളവിൽ ലേശം കൂടുതലുണ്ടോ എന്നാണ് എന്റെ സംശയം. എങ്ങനെങ്കിലും ഭാഗം ഒന്ന് ഒപ്പിച്ചെടുക്കണം. പക്ഷെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്ന് തോന്നാത്ത രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. അത് നമ്മൾ കൈകാര്യം ചെയ്തോളാം. നല്ല കവുങ്ങ. ആ, ഈ ഭാഗം കിട്ടിയ കൊള്ളായിരുന്നു. അത്യാവശ്യം മരങ്ങളുണ്ട്, ചെരുവില്ല. മാത്രല്ല ഈ സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. വിറ്റ വില കൂടുതൽ കിട്ടുന്നത് ഈ ഭാഗത്തിനായിരിക്കും. ആ, ലേശം അളവും കൂടുതലുണ്ടല്ലോ. ആ, എങ്ങനെയും ഈ ഭാഗം സ്വന്താക്കണം. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല. അത് കുഴപ്പമില്ല, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല എന്താ പരിപാടി? എന്തോടി? ഒന്നുമില്ല, മാത്സിന്റെ പ്രോബ്ലംസ് ചുമ്മാ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. മാത്സിന്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒഴിക്കുന്നേ. അല്ലടാ, പ്രോബ്ലം ചെയ്തതേ ശരിയായില്ല. അപ്പൊ ആ ചമ്മല് തന്നെ ഒട്ടിച്ചാ. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഒന്നുമില്ലടാ. എന്തായാലും ഈ വീതം വെപ്പിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ എന്റെ പ്ലാൻ? അല്ല ഒന്നുമില്ല, എനിക്കിത്ര വീതം കുറഞ്ഞാലും ഇത്താത്തയ്ക്കും ഉമ്മച്ചിക്കും കുറയരുത്, അത്രേ ഉള്ളൂ. എന്റെ പടച്ചോനെ, ഞാനെനിക്ക് വിചാരിച്ചേ. എന്ത് അനക്ക് കൂടുതൽ കിട്ടുന്നതിനെ പറ്റിട്ടോ? അല്ല, എനിക്ക് ഉമ്മച്ചിക്ക് ലേശം കുറഞ്ഞാലും ആൾക്ക് ഒട്ടും കുറയരുത്. അപ്പം ഇവളെല്ലാരും വിശാല മനസ്സിലല്ലേ തത്ത? അതേടാ സോനെ, നമ്മൾ ഭീകരപ്പാ മനുഷ്യരല്ലേ. ഭയങ്കരാണല്ലോ. കുത്തിക്കുറിച്ചോളി. ആ ശരി, വയ്ക്കടാ. എല്ലാം കണ്ടാ മതിയടി. ഇത് റസിയന്റെ വീതം, ഇത് റിസ്മോന്റെ വീതം, ഇത് ഹലോ ബാക്കി എനിക്ക് മൂസക്കായ്ക്ക് ഒരു വീതേ ഉള്ളൂ. അത് പോരാ, നമ്മക്ക് സ്വന്തം നമ്മളുടേതായ ഒരു വീതം വേണം. അതെങ്ങനെങ്കിലും ഒന്ന് സ്വന്തമാക്കണം. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഓലാരും അറിയുകയും ചെയ്യരുത്. പാത്തൂനോടാ ഓലെ കളി. അതമ്മയുണ്ട്, ഇതിപ്പോ റെസ്പോണ്ടൂരി, ഇത് റെസ്പോണ്ടൂരി. ഈ ഒരു സൈഡ് കൊള്ളാം. ഇവിടെ നാടൻ വരെ എനിക്ക് കിട്ടിയാ കൊള്ളാം. അതിനെ തൊട്ടടുത്തുള്ള സ്ഥലം കൂടി സമ്മതിക്കണം. ആടെ വരെ എമ്മ സ്ഥലം ഉള്ളൂ. അത് ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ എനിക്ക് ഇവിടുന്ന് അടുത്ത വരെ മതി. അപ്പൊ എനിക്ക് ഇത്താത്ത ആ ഭാഗം അങ്ങ് എടുക്ക്. ആ ഭാഗേ സുഖമില്ല, അവിടെ കുറെ പാഴ്മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലുണ്ടാ ഇത്താത്ത കഥ മതിയല്ലോ. അനക്ക് നല്ല സ്ഥലം, എനിക്ക് മോശം സ്ഥലവും. ആ കൊള്ളാലടാ.